ഹായ് വെൽക്കം ഓൾ. മറ്റൊരു വീഡിയോ നമുക്കിവിടെ പരിചയപ്പെടാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വാട്സപ്പിലേക്ക് എൻക്വയറീസ് വരണം, അല്ലെങ്കിൽ മെസ്സഞ്ചറിലേക്ക് ഇങ്ങനെ എൻക്വയറീസ് ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മാത്രമല്ല ട്രാഫിക്കിൽ പോയാലും നമുക്ക് വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമുക്ക് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാഫിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ലാൻഡിംഗ് പേജ് വ്യൂസ്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഓൾറെഡി ഉണ്ട്. അതാകുമ്പോൾ ക്ലിക്കാണ് നമുക്ക് വരുന്നത്. ക്ലിക്ക് ത്രൂ ആയിരിക്കും നമുക്ക് എൻക്വയറീസ് വരാൻ ചാൻസ് ഉള്ളത്. അതാകുമ്പോൾ അതൊരു ഓപ്ഷനാണ്. ഓക്കെ, അതും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എൻഗേജ്മെൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എൻഗേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ ഓക്കെ, കണ്ടിന്യൂ. നമ്മുടെ ഫസ്റ്റ് പേര് നമ്മൾ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുക. ഇവിടെ നമുക്ക് ഇപ്പോൾ ജോബ് അഡ്വർടൈസ്മെൻറ്റ് ആഡോ അല്ലെങ്കിൽ മറ്റു റിലേറ്റഡ് ആഡ്സ് മാത്രമാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നോർമലായിട്ട് ചെയ്യുന്ന ആഡാണ്. സോ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ പേര് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം മെസ്സേജിങ് ആപ്സ് ആണോ അതോ ഓൺ യുവർ ആഡ് ആണോ, ഏത് ഓപ്ഷൻ ആണോ നോക്കുക. നമുക്ക് ആവശ്യം മെസ്സേജ് അല്ലേ വരേണ്ട, മെസ്സേജിങ് ആപ്സ് ആണ്. മെസ്സഞ്ചർ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം. ദെൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആഡ് ടൈപ്പ് വരുന്നത് ക്ലിക്ക് ടു മെസ്സേജ് ആണ്. ഓക്കെ, ക്ലിക്ക് ടു മെസ്സേജ്. ഓക്കെ, ദെൻ നമ്മുടെ പേജ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മെസ്സഞ്ചറിലേക്കാണ് നമുക്ക് എൻക്വയറീസ് വരണമെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലേക്കാണ് വരണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ടിക്ക് ചെയ്യുക. വാട്സപ്പിലേക്കാണെങ്കിൽ വാട്സപ്പ് ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്താൽ മാത്രമേ അതിലേക്ക് വരുള്ളൂ. അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സഞ്ചറിലേക്ക് വരണ്ടെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചർ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്ക് ത്രൂ വാട്സപ്പിലേക്ക് നമുക്ക് എൻക്വയറീസ് വരാനുള്ള ചാൻസ് കൂടും. ദെൻ താഴേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമൈസ് യുവർ കൺവേർഷൻ. ഓക്കെ, കാരണം മാക്സിമൈസ് യുവർ കൺവേർഷൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും ഡാറ്റയും വെച്ചിട്ടാണ്. ദെൻ നമ്മുടെ ബിറ്റ് ക്യാപ്പ് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഒരു ചെറിയ എമൗണ്ട് എൻ്റർ ചെയ്ത് നോക്കുക. എന്താണ് റീച്ച് റിസൾട്ട് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ എമൗണ്ട് ബിറ്റ് കൂട്ടി ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആഡ് ചെയ്യുന്ന സമയത്ത് കൂടുന്നുണ്ടോ നോക്കുക. അതിനനുസരിച്ച് മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമം ബഡ്ജറ്റ് കൊടുക്കാം. ദെൻ താഴേക്ക് വരുന്ന സമയത്ത് ഡെയിലി ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാം. എൻ്റെ ഡേറ്റ് കൊടുക്കുക. എൻ്റെ ഡേറ്റ് എന്നാണ് നിങ്ങൾക്ക് എൻ്റെ ഡേറ്റ് വേണ്ടത് വെച്ചാൽ ആ ഡേറ്റ് കൊടുക്കുക. ദെൻ താഴേക്ക് വരുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഷെഡ്യൂളിങ്. ദെൻ നമ്മുടെ ലൊക്കേഷൻ നമുക്ക് ഏത് ലൊക്കേഷനാണോ വേണ്ടത് ആ ലൊക്കേഷൻ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസ് വീണ്ടും കാണാം. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്തു. മൾട്ടിപ്പിൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം, സിംഗിൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് കിലോമീറ്റേഴ്സ്, റേഡിയസ് കാര്യങ്ങളൊക്കെ നമുക്ക് പിൻ യൂസ് ചെയ്യാം. ഡ്രോപ്പ് പിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വടക്കാഞ്ചേരിയിൽ നമുക്ക് ആഡ് റൺ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. റേഡിയസ് 16 കിലോമീറ്റേഴ്സ് റേഡിയസിൽ പോകും. ഓൾ കേരളയാണ്, അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ചെയ്യാം. ഓക്കെ, നമുക്ക് റേഡിയസ് ഇതുപോലെ കൂട്ടി കൊടുക്കാം. അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ കേരള ലൊക്കേഷൻ തന്നെ പ്രോപ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. കേരള. ഓക്കെ, ദെൻ എനിക്ക് തോന്നുന്നു നമുക്കിവിടെ കൺവേർഷൻ കുറച്ച് കുറവാണ്. അത് നമുക്ക് ബിഡിൻ്റെ എമൗണ്ട് ചെറുതായിട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. ചെറിയ എമൗണ്ട് കൊടുക്കാം. ഓക്കെ, ദെൻ താഴേക്ക് എടുക്കുമ്പോൾ നമ്മുടെ സ്വിച്ച് ടു ഓഡിയൻസിൽ പ്രോപ്പർ ഓഡിയൻസിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എൻ്റെ ഡേറ്റും ബഡ്ജറ്റും ലൊക്കേഷനും എല്ലാം നമ്മൾ കൊടുത്തു. ഏജ് കറക്റ്റായിട്ട് കൊടുക്കുക. ഏത് ഏജിലുള്ള ആളുകളെയാണ്, 18 മുതൽ 30 വരെയാണെങ്കിൽ 30 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 60 ആണെങ്കിൽ 60 കൊടുക്കുക. പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യുക. മെൻ ഓർ വുമൺ ഓൾ ഏതാണോ അത് സെലക്ട് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണോ അവരെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ മെന്നാണോ വുമൺ ആണോ അതിൽ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അനുസരിച്ചിരിക്കും നമ്മുടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ഓഡിയൻസ് ഓപ്ഷൻസ് കാണാൻ പറ്റും അല്ലേ, ഒരുപാട് ഓഡിയൻസ് ഓപ്ഷൻസ് കാണാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ വേണ്ടത്.
ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ ഇവിടെ നോക്കാം പാസീവ് ഇൻകം, ഹെൽത്ത് ആൻഡ് വെൽനസ് ക്രിയേറ്റേഴ്സ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലേഴ്സ് ആൻഡ് കോച്ചിങ്, മെൻറ്ററിംഗ്, ഹെൽത്ത് ഫിറ്റ്നസ് കോച്ച്, ഇങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് പാരൻസിനെയാണ് വേണ്ടതെങ്കിൽ പാരൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലേ. ഓക്കെ, പാരൻസ്, ഓൾ പാരൻസ് തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പാരൻസ് അപ് ടു 12 months, പാരന്റ് വിത്ത് അഡൾട്ട് ചിൽഡ്രൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിന് വേണമെന്നുള്ള ഇൻട്രസ്റ്റ്, ബിഹേവിയർ ഒക്കെ ആക്കാം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ദെൻ സേവ് ചെയ്യാം. മലയാളം ലാംഗ്വേജ് ആണോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണോ, കന്നഡ, അങ്ങനെ ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ ഇൻസ്റ്റയിലാണോ ഫേസ്ബുക്കാണോ നമ്മൾ ആഡ് റൺ ചെയ്യുന്നതെന്ന് നമുക്കിവിടെ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ മുകളിൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റ, വാട്സപ്പും കൊടുത്തുകൊണ്ട് തന്നെ നമ്മളിവിടെ താഴേക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും മസ്റ്റായിട്ട് നമ്മൾ ആഡ് റൺ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം അൺടിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാനുവലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസ്റ്റ, ഓഡിയൻസ് നെറ്റ്വർക്ക്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ കാണാം. നമ്മൾ മെസ്സഞ്ചറിൽ ആഡ് റൺ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചർ ഒഴിവാക്കാം. ഓക്കെ, നോ പ്രോബ്ലം, വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി. കാരണം നമ്മൾ മെസ്സഞ്ചറിൽ ആഡ് പോയാലും വാട്സപ്പിലേക്ക് കണക്ഷൻ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. നെയിം പ്രോപ്പർ ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമർ എന്ത് ടൈപ്പ് ആഡ് കാണണം എന്നുള്ളതാണ്. 2 ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് പുതിയതായിട്ട് ഇമേജ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മുന്നിലുള്ള പോസ്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പുതിയ ആഡ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ആഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇമേജും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കൊടുക്കണം, ടെക്സ്റ്റ് പുതിയത് കൊടുക്കണം, ഹെഡ്ലൈന്, ഡിസ്ക്രിപ്ഷൻ ഒക്കെ പുതിയതായിട്ട് കൊടുക്കണം. എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളുടെ പേജിൽ നമ്മൾ ഏതെങ്കിലും പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ പോസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ടെക്സ്റ്റും ഇമേജും എല്ലാ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. വാട്സപ്പ് മെസ്സേജ് ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, ക്ലിയർ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ദെൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആഡ്, ക്രിയേറ്റ് ആഡ് ആണ് കൊടുക്കുന്നെങ്കിലോ നമ്മൾ മാനുവലി ചെയ്യണം. മാനുവലി എന്ന് പറയുമ്പോൾ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത്, ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ആദ്യം നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോൾ ഇമേജ് ആഡ് ഫോക്കസ് ചെയ്യുക. അതിന് ഒരു ചെറിയ എമൗണ്ടിന് കൂടുതൽ ഓഡിയൻസിലേക്ക് റീച്ച് ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു അവയർനെസ് ക്യാമ്പയിനോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ആഡ്, ഇപ്പോൾ ലീഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ മെസ്സേജ് വരുന്നതിന് വേണ്ടിയിട്ടോ വാട്സപ്പ് എൻക്വയറീസ് വരുന്നതിന് വേണ്ടിയിട്ടോ സെക്കൻഡ് സ്റ്റെപ്പിനാണ് നിങ്ങൾ കൺവേർഷൻ ടൈപ്പ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം അത് സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് റീച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് മെത്തേഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇമേജ് ഒഴിവാക്കിയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ആളുകളുടെ അറ്റൻഷനും അതുപോലെ തന്നെ ഒന്നുകൂടെ ആളുകളുടെ ഒരു എൻഗേജ്മെൻറ്റും കൂട്ടാൻ പറ്റും. കാരണം എല്ലാവർക്കും വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ റിലേറ്റഡ് ആഡുകൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് കൂടും. ഒന്ന്, രണ്ടാമത് വീഡിയോ റിലേറ്റഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെസ്സേജ് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റും. അത് ഇമോഷണലി ആളുകളിലേക്ക് എത്തുക. കസ്റ്റമറുടെ പെയിൻ പോയിന്റ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അമേസിങ് ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ടച്ചിങ് ആയിട്ട് നമ്മുടെ കണ്ടന്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമേജ് ആണെങ്കിൽ ഇമേജ് എടുക്കുക. ഇപ്പോൾ ഇവിടുന്ന് ഏത് ഇമേജ് വേണോ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു ഇമേജ് ഞാനിവിടെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇമേജ് ഏകദേശം ഇത്രയും ലൊക്കേഷനുകളിലാണ് നമ്മുടെ പരസ്യങ്ങൾ പോകാൻ ചാൻസ് ഉള്ളത്. ദെൻ അതിനുശേഷം നമ്മുടെ കണ്ടന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഈ ഇമേജിലുള്ള കണ്ടന്റ് തന്നെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യണം. അതിനുശേഷം ഹയറിംഗ് ആൻഡ് ഓക്കെ, നമുക്ക് എങ്ങനെയാണോ കണ്ടന്റ് വേണ്ട അതിനനുസരിച്ച് പ്ലേസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കറക്റ്റ് കൊടുക്കുക. കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. ദെൻ നമ്മുടെ ചാറ്റ് വിത്ത് അസ് ഓക്കെയാണ്. ചാറ്റ് വിത്ത് അസ് വേണമെങ്കിൽ കൊടുക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹറി അപ്ലൈ നൗ ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ,
അപ്ലൈന് കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റഡ് വാക്കൻസീസ് ഇങ്ങനെയും കൊടുക്കാം. യെസ്. അപ്പോൾ നമുക്കൊന്നും കൂടെ ടാർഗറ്റഡ് ആയിട്ട് നമ്മുടെ കണ്ടന്റും ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കാം. ദെൻ സെൻഡ് വാട്സപ്പ് മെസ്സേജ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ കസ്റ്റമർ മെസ്സേജ് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കും മെസ്സഞ്ചറിലേക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആഡ് അഡ്വാൻറ്റേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. മെസ്സേജ് ടെംപ്ലേറ്റോട് ശ്രദ്ധിച്ചില്ലേ, ഈ കസ്റ്റമർ മെസ്സേജ് അയക്കുന്ന ഹൈ പ്ലീസ് ലെറ്റ് us know how we can help you, do you provide online classes and fee and digital marketing. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇനി അതല്ല യൂസ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മുന്നേ ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. അതല്ല പുതിയത് ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിവിടെ ജോബ് ഹയറിംഗ് അല്ലേ, അപ്പോൾ എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, എന്താണ് നിങ്ങളുടെ ഫോക്കസ് ചെയ്യുന്നത്, ഏതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതെടുക്കുക. ഇനി അതല്ല ഇതിൽ എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കസ്റ്റമർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് കാണുക. കസ്റ്റമർ ഇപ്പോൾ ഡു യു പ്രൊവൈഡ് ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യാം, അതിന് മാച്ചിങ് ആയിട്ടുള്ള എൻട്രി കൊടുക്കുക. ഇപ്പം ഇത് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് ഹയറിംഗ് അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാറ്റി കൊടുക്കുക. ഇത് ഞാൻ മുന്നൊരു ആഡിന് വേണ്ടി ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫീസ് എന്താണ്, സ്റ്റാർട്ട്. ഓക്കെ, ഇത് വേറൊരു ടൈപ്പ് മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വ്യൂ ആവും കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. വളരെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ചോദിക്കാം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോയ്ക്ക് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിലും മറ്റുമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ ലെസൺസ് ഒക്കെ നോക്കുക, അതിലുണ്ടായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.